ഹായ് നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയുന്നത് മൂന്നാറിൽ കുറഞ്ഞ റേറ്റിൽ സിംഗിളായിട്ട് ചെല്ലുന്ന ആൾക്കാർക്ക് താമസിക്കാൻ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ KSRTC ഒരുക്കുന്നത് 220 രൂപയ്ക്ക് ബെഡും ചാർജറിങ് സംവിധാനവും എല്ലാം ഉള്ള ഒരു സിസ്റ്റമാണ്. AC കൂടിയുള്ള ഒരു ബസ്സാണ് തരുന്നത് 220 രൂപ മുടക്കുമ്പോൾ. എന്നാൽ 100 രൂപയ്ക്കും ഈ KSRTC ബസ്സിൽ താമസിക്കാം. പക്ഷേ അവിടെ സൗകര്യങ്ങൾ കുറവാണ്. ഈ 220 രൂപയുടെ അതിനകത്ത് ബെഡിൻ്റെ ഒപ്പം പില്ലോ, അതുപോലെ തന്നെ നമ്മുടെ പുതപ്പ്, ആ ബസ്സിൽ തന്നെ AC കൂടിയുള്ള സൗകര്യമുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒരു ബസ്സിൽ 16 പേർക്ക് താമസിക്കാം. ഒരു ഡോമെട്രി സിസ്റ്റമാണ്. പക്ഷേ നമുക്ക് സേഫായിട്ട് താമസിക്കാമെന്നുള്ളതാണ്. നമ്മുടെ വാഹനം അവിടെ തന്നെ പാർക്ക് ചെയ്യാൻ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അതിന് പ്രത്യേക ചാർജ് കൊടുക്കേണ്ട. നമുക്ക് ഈ വൈകിട്ട് 5 മണി മുതൽ രാവിലെ 9 വരെയും നമ്മുടെ ഇഷ്ടത്തിന് താമസിക്കാനുള്ള ഒരു അവസരമുണ്ട് അവിടെ. KSRTC ഒരുക്കുന്ന ഈ ഒരു പദ്ധതി എല്ലാവരും ചൂസ് ചെയ്യുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കംഫർട്ടബിളാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കി തയ്യാറാക്കി ഇടുന്നത്. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. 2 വീഡിയോ ആയിട്ടാണ് ഇത് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യവും കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാറിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് KSRTCയിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല. നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് തന്നെ വേണം ബുക്ക് ചെയ്യാൻ. ഡബിൾ ഡെക്കർ ബസ്സുകളാണ് കൂടുതലുമുള്ളത്. അതിൽ 100 രൂപയുടെ പാക്കേജിനകത്ത് വലിയ സൗകര്യങ്ങളില്ലെങ്കിലും 220 രൂപയുടെ ബസ്സിൽ സൗകര്യങ്ങളുണ്ട്. അപ്പം 220 തന്നെയാണെങ്കിൽ നമ്മളൊരു ബ്ലാങ്കറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നമുക്കവിടെ സുഖമായിട്ട് താമസിക്കാം. പിന്നെ രസിക്കാനായ ഒരു ബുക്കിംഗ് ഓഫീസറാണ് അവിടെ ഇരിക്കുന്നത്, സ്റ്റേഷൻ മാസ്റ്റർ. അദ്ദേഹം ചെല്ലുമ്പോഴേ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ ചൂടുവെള്ളം കിട്ടത്തില്ലെന്ന്. സത്യമാണ്. കാരണം ചൂടുവെള്ളം KSRTCക്ക് ഉണ്ടാക്കി തരാൻ കഴിയില്ല. അപ്പം നല്ല ബാത്റൂമാണ്, നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് നമുക്ക് ഫെസിലിറ്റീസ് തരുന്നത്. കുളിക്കാനുള്ള സൗകര്യമുണ്ട്. രാവിലെ 9:30 ആകുമ്പോഴത്തേക്കും നമ്മളവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ ഒരു ടൈമിൽ ഒരു സിംഗിളായിട്ട്. അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഇതിനകത്ത് അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം 7-8 ബസ്സുകളുണ്ട്. 8 ബസ്സുകളിലും കൂടി ഒരു ബസ്സിൽ 16 പേർക്ക്, പിന്നെ 8 ബസ്സിൽ തന്നെ കൂട്ടിയാൽ അറിയാം എത്ര പേർക്ക് താമസിക്കാമെന്നുള്ളത്. അപ്പം ഈ സിംഗിളായിട്ട് ചെല്ലുന്നവർക്ക് മൂന്നാറിൽ ഒരു ഹോട്ടലിലും റൂം കിട്ടിയില്ല എന്ന് ഒരിക്കലും വിഷമിക്കേണ്ട. ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. നിങ്ങളത് മാക്സിമം ഉപയോഗിക്കുക. ഇതിനകത്ത് നല്ല ഫെസിലിറ്റീസാണ്. ഒരാൾക്കേ കിടക്കാൻ പറ്റുള്ളൂ ഡബിൾ ഡെക്കറിൽ. ഒരു പോർഷനെ അതിന് വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 1ാമത്തെ നിലയും 2ാമത്തെ നിലയും 2 പേര് പോകുന്നുണ്ട്. 2ആയിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ട്രെയിനിലൊക്കെ ഉള്ള സംവിധാനം തന്നെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, നല്ല ഫെസിലിറ്റി ഉണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോ ഇനി ഇടും.